അപ്പോൾ പക്ഷേ ഈ ഒരു ടൈം ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ടൈം ഫോർമാറ്റ് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹായ്, നമ്മുടെ SSC CGL നോട്ടിഫിക്കേഷൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും. അപ്പോൾ നമ്മുടെ ഏപ്രിലിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മെയ് വരെയാണ് രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മുടെ ഡേറ്റ് പറയുന്നത് ഒരു ജൂൺ ജൂലൈയിലായിരിക്കും എക്സാം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു റഫ്ലി നമ്മളുടെ എക്സാം ഒരു ജൂൺ ഹാഫ് കഴിയുമ്പോൾ തന്നെ കാണും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ പോലും, ഓർ ടുവേർഡ്സ് ദി എൻഡ് ജൂൺ കാണും എന്ന് എക്സ്പെക്ട് ചെയ്താൽ പോലും നമുക്ക് അറൗണ്ട് ഒരു 60 to 70 days ആണ് ഇനി ബാക്കിയുള്ളത്. സോ ഒരു വീഡിയോ മെയിൻലി ഉദ്ദേശിക്കുന്നത് ഓൾറെഡി എക്സാമിന് വേണ്ടി നല്ലൊരു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ നിങ്ങളുടെ സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 70 to 80% ഓഫ് ദ സിലബസ് കംപ്ലീറ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എങ്ങനെ നമുക്ക് ഈ ഒരു എക്സാം വരുന്ന SSCയുടെ CGL Tier 1 ക്ലിയർ ചെയ്യാം, എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം CGLന്റെ ആ ഒരു കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2024 കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 153 ആണ് നമ്മുടെ കട്ട് ഓഫ് വന്നത്. 153+ ആണ് കട്ട് ഓഫ് വന്നത് എന്ന് നമുക്ക് പറയാം. അത് 154 വന്നതിന് ശേഷം പിന്നെ ചെറുതായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്ത് 153.18 സംതിങ് ആണ് പിന്നെ വന്നത്. അപ്പോൾ അറൗണ്ട് ഒരു 153+. സോ ഈ വട്ടം ഇനി ഇപ്പോൾ എക്സാം നടക്കുന്ന സമയത്തും കഴിഞ്ഞ വട്ടം നമ്മുടെ വേക്കൻസി കൂടുതലായിരുന്നു. ഈ വട്ടം നമുക്ക് വേക്കൻസി നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ബട്ട് സ്റ്റിൽ നമ്മുടെ ഈ പറയുന്ന കോമ്പറ്റീഷനിൽ ഒരു കുറവും വരാൻ പോകുന്നില്ല. കഴിഞ്ഞ വർഷം എത്രത്തോളം കാൻഡിഡേറ്റ്സ് അറ്റൻഡ് ചെയ്തു അത്രത്തോളം കാൻഡിഡേറ്റ്സ് ഓർ മേ ബി അതിനേക്കാളും കൂടുതലായിരിക്കും ഈ വർഷവും അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒട്ടും കുറയാൻ ഒരു ചാൻസും ഇല്ല. ബിക്കോസ് കൊറോണ ആയിരുന്നെങ്കിൽ ലാസ്റ്റ് ഇയറും കുറഞ്ഞേനെ. പക്ഷേ ഈ ലാസ്റ്റ് ഇയർ കുറഞ്ഞില്ല. ലാസ്റ്റ് ഇയർ എക്സ്പെക്ട് ചെയ്ത പോലെ എന്താ പറയുക, എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് കുറവായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ കട്ട് ഓഫ് ആക്ച്വലി കൂടുകയാണ് ചെയ്തത്. സോ ഈ വരുന്ന വർഷവും നമുക്ക് കട്ട് ഓഫ് കൂടും എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് ലെറ്റ്സ് സേ നമ്മുടെ ലാസ്റ്റ് ഇയർ 153 ആണെങ്കിൽ ഈ വരുന്ന വർഷം ഏറ്റവും മിനിമം 153 എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നമുക്ക് ഒരു സേഫ് സോണിലൊക്കെ നിൽക്കണമെങ്കിൽ അത്യാവശ്യം നമ്മളൊരു എന്താ പറയുക 170+ എങ്കിലും സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ചു. കട്ട് ഓഫ് കുറച്ചുകൂടിയൊക്കെ കൂടി ഒരു 160 ആ റേഞ്ചിലേക്ക് പോയാൽ പോലും നിങ്ങൾക്കറിയാം ഈ പറയുന്ന സീസണിന്റെ ഒരു ലിസ്റ്റിന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ ഈ 153 എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള പിന്നുള്ള ആ ഒരു ബാക്കിയുള്ള ലിസ്റ്റുകളുണ്ട്. ആ ഒരു ലിസ്റ്റുകളുടെ കട്ട് ഓഫ് നിങ്ങൾക്കറിയാം 165ഉം 170 റേഞ്ചിൽ 171 ആ റേഞ്ചിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന അടുത്ത വർഷം ഈവൻ നമ്മുടെ വേക്കൻസി കുറച്ച് കുറവാണെങ്കിലും നമ്മുടെ കോമ്പറ്റീഷനിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് കൂടുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കൊരു 160+ എന്തായാലും കാണും എന്നൊരു എക്സ്പെക്ടേഷനിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു സേഫ് സ്കോർ അല്ലെങ്കിൽ സേഫ് സോണിൽ നിൽക്കണമെങ്കിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് Tier 2 വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം നമുക്കൊരു 170+ ആയിരിക്കണം നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈവൻ നമുക്ക് ഈ ഒരു 3 ലിസ്റ്റൊക്കെ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ 175+ ആയിരിക്കണം നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ ഇനിയുള്ള 60 days നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 60-70% ഓഫ് ദ സിലബസും കംപ്ലീറ്റ് ചെയ്തവർ അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് മോക്ക് ടെസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർ എങ്ങനെ ഈ ഒരു എക്സാം ടാർഗറ്റ് ചെയ്യേണ്ടി ഫോക്കസ് ചെയ്യേണ്ടി എങ്ങനെ ഈ ഒരു 170+ലേക്ക് എത്താം 75+ലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ആൻഡ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്യുക ആൻഡ് നിങ്ങളുടെ രീതിയിലേക്ക് അതിനെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു പ്രാക്ടീസ് അടുത്ത് വരുന്ന 60 days നല്ലപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരുന്ന എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ അവിടെ എന്താ പറയുക ഇതെങ്ങനെ ചെയ്യും എന്നുള്ള ഒരു നെഗറ്റീവ് ആംഗിളിൽ എടുക്കാതെ അതിനെ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു പോസിറ്റീവ് ആംഗിളിൽ എടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോയി എവിടേക്കാണ് ലാഗ് ചെയ്യുന്ന ആ ഏരിയാസ് ഇമ്പ്രൂവ് ചെയ്ത് ഓരോരോ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് അത് ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്കോറിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള പ്രാക്ടീസാണ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ റീച്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്ക് ഈ ഒരു CGLന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം എന്തൊക്കെയാണ് CGLന്റെ Tier 1 എക്സാമിൽ ചോദിക്കുന്നത് എന്നുള്ളത്. റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ആണ് ചോദിക്കുന്നത്. ഇതിൻ്റെ എക്സാം പാറ്റേൺ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു 4 ഏരിയ എല്ലാ ഏരിയയിൽ നിന്നും ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25 ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമുക്ക് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും ക്യാരി ചെയ്യുന്നത് 2 മാർക്ക് വെച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്ന ഓരോ 25 ക്വസ്റ്റ്യനും 50 മാർക്ക് വെച്ചാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 100 ക്വസ്റ്റ്യനും 200 മാർക്കുമാണ് വരുന്നത്. ആൻഡ് 60 മിനിറ്റ് ആണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ഈ ഒരു പാറ്റേണിൽ നമുക്ക് എവിടെയൊക്കെ മാക്സിമം സ്കോർ ചെയ്യാം, എവിടെയൊക്കെ നമുക്ക് ഒരുപാട് എത്ര ട്രൈ ചെയ്താലും നമുക്ക് സ്കോർ ചെയ്യുന്ന ചില ലിമിറ്റേഷൻ ഉള്ള ഏരിയാസ് ഉണ്ട്, നിങ്ങൾക്ക് അതും അറിയാം. അപ്പോൾ ഈ ഒരു ഏരിയാസ് ഒക്കെ എങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്താൽ ഏകദേശം ഒരു 175+ എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു എങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നവരെ എങ്ങനെ എത്തിക്കാം എന്നുള്ളത് ട്രൈ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു പോയിന്റിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി, ഒരുപാട് പേരുണ്ട് 170+ സ്കോർ ചെയ്യുന്നവർ. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഇമ്പ്രൂവ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന സ്കോറിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് ഫോക്കസ് ചെയ്യുക. ഇനി
നമുക്ക് എങ്ങനെ ഈ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ എക്സാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ്സും എക്സാം ഡേറ്റ്സും എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് 22 ഏപ്രിലാണ് ആസ് പെർ നമ്മുടെ SSCയുടെ ഗിവൺ കലണ്ടർ. ആൻഡ് നമ്മുടെ ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നത് ജൂൺ ജൂലൈയിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം ഈ ഒരു ഏകദേശം ഇപ്പോഴത്തെ ഒരു സമയം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിലും അറൗണ്ട് ഒരു 75ഓളം ഡേയ്സ് ആണ് നമുക്കിപ്പം നമ്മുടെ എക്സാം ഒരു എന്താ പറയുക ഒരു ജൂൺ 22 ആ ഒരു റേഞ്ചിൽ ഒരു 2 മാസം SRD ഇപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 1 മാസത്തോളം നമുക്ക് രജിസ്ട്രേഷൻ കാണും. അതിനുശേഷം 1 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എക്സാം വരുവാണ് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് അറൗണ്ട് ഒരു 75 ഡേയ്സ് ആണ് നമുക്കുള്ളത്. എങ്ങനെ ഈ 75 ഡേയ്സ് കൊണ്ട് നമുക്ക് ഈ ഒരു സ്കോറിലേക്കൊക്കെ എത്താം, നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 153+ ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ നമ്മുടെ 2025 നിങ്ങൾ മൈൻഡിൽ ഉറപ്പിക്കുക, ടാർഗറ്റ് ഇതാണ്. ഓക്കെ, ഇത് പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നവരെ ഇതിനെ എങ്ങനെ കൊണ്ടുവരാം, എവിടൊക്കെയാണ് ശരിയാക്കി എടുക്കേണ്ടത്, എങ്ങനെ 175+ എത്തിക്കാം എന്നുള്ളത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാം ഇപ്പോൾ 175+ എന്നുള്ളത് നമ്മൾ ടാർഗറ്റ് വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു ഇതിൻ്റെ അടുത്ത് വന്നാൽ പോലും എക്സാമിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന നമ്മൾ മോക്ക് ചെയ്യുന്ന അതേ മാർക്ക് കിട്ടിയാൽ പോലും നമുക്ക് ചിലപ്പം നമ്മുടെ നോർമലൈസേഷൻ കൂടിയൊക്കെ കയറുമ്പോഴത്തേക്കും നമുക്ക് ഇതിനേക്കാളും കൂടുതൽ മാർക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതിലേക്ക് എത്താം എന്നുള്ളത് ഫോക്കസ് ചെയ്യുക. ഒരുപാട് പേരും വിചാരിക്കുന്ന ഇത് പറ്റത്തില്ല, നടക്കത്തില്ല, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനല്ല, ഉറപ്പായിട്ടും പറ്റും. സിമ്പിളാണ്, ഒരുപാട് പേര് ചെയ്യാറുണ്ട്, നിങ്ങൾക്കും പറ്റും, നിങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഫോക്കസ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മളുടെ ആ ഒരു ഏരിയ, നമ്മുടെ എക്സാമിൻ്റെ ആ ഒരു 1 മണിക്കൂർ അതിൻ്റെ അകത്ത് നമുക്ക് എഴുതേണ്ട ഏരിയ എന്ന് പറയുന്നത്. ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സാം ടൈം മാനേജ്മെൻറ്റ്. നമ്മൾ എഴുതുന്ന സമയത്ത് ടൈം നല്ലപോലെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പുള്ള സെഷൻസിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 4 സബ്ജക്റ്റ് 25 ക്വസ്റ്റ്യൻ വെച്ച് 4 ഈക്വൽ, അങ്ങനെയാണെങ്കിൽ 15 15 15 15 എന്നൊരു ആംഗിളിലാണ് ഒരുപാട് പേരും ഈ ഒരു ഏരിയ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇനിഷ്യൽ ഡേയ്സിലെങ്കിലും ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓരോ ഏരിയയ്ക്കും ഒരു ടൈം ഫിക്സ് ചെയ്യുക, ആ ടൈമിലേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നിങ്ങളിപ്പം എല്ലാം പഠിച്ചു കഴിഞ്ഞാലും എക്സാമിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് എപ്പോഴും എന്താണ്, ടൈമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ടൈം ബൗണ്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആ പറയുന്ന ടൈമിൻ്റെ അകത്ത് വെച്ച് അത് എഴുതി തീർക്കാൻ പറ്റണം. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനൊക്കെ ഒരു ടൈം ഫിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മോക്ക് ചെയ്യുന്ന സമയത്ത് എക്സാക്ട്ലി ഈ സമയം വരെ ഞാൻ ഇത് എഴുതും, ഇത് കഴിഞ്ഞാൽ ഇത്രയും സമയം ഞാൻ ഇത് എഴുതും, അത് കഴിഞ്ഞാൽ അടുത്ത ഇത്രയും സമയം ഞാൻ ഇത് എഴുതും എന്ന് ക്ലിയർലി നിങ്ങൾക്ക് അത് ഡിഫൈൻഡ് ആയിരിക്കണം, നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു ടൈം ആകുമ്പം ഞാൻ 60 മിനിറ്റിൽ എൻ്റെ ആ ഒരു ടൈമർ സ്റ്റാർട്ടായി ബാക്കിലോട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ 50 മിനിറ്റ് കഴിയുമ്പം 50ാമത്തെ മിനിറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന 50 മിനിറ്റ് സ്റ്റാർട്ട് ആവുന്ന സമയത്ത്, ബാക്കിലോട്ടുള്ള ടൈമാണ് പക്ഷേ 50 മിനിറ്റ് സ്റ്റാർട്ട് ആവുന്ന സമയത്ത് നമ്മൾ ഈ ഏരിയ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ഒരു 35 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ ഈ ഏരിയ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾ ക്ലിയർലി നിങ്ങളുടെ മൈൻഡിൽ ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു 4 ഏരിയ ഉണ്ട്. ഇപ്പോൾ ഈ ഓരോ ഏരിയയ്ക്കും നിങ്ങൾ കൊടുക്കേണ്ട സമയത്തിനെ കുറിച്ച് നമുക്ക് ആദ്യമേ പറയാം. ഇപ്പോൾ ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ്. നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ സമയം എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഏറ്റവും കുറച്ച് സമയം എടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് ടൈം ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജനറൽ അവയർനെസ്സിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. നമ്മൾ കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് യൂഷ്വലി 4.5 മിനിറ്റ് എന്നാണ് പറയുന്നത്, മാക്സിമം 5 മിനിറ്റ് വരെ, 4.5 to 5 minutes എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് നോക്കാനില്ല, പെന്നും പേപ്പറുടെ ആവശ്യമില്ല, മൗസിൽ തന്നെ പിടിച്ച് നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ അറിയാമെങ്കിൽ മാർക്ക് ചെയ്യുക, ആൻസർ അറിയത്തില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവുക. അതല്ല 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നുള്ള 2 ഓപ്ഷനിൽ നിന്ന് ഏതാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ മാർക്ക് ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂ വിടുക. സിമ്പിളാണ്. ഈ ഒരു 3 റൂൾ മാത്രം കീപ്പ് ചെയ്യാം. അറിയാം മാർക്ക് ചെയ്യുക, അറിയത്തില്ല സ്കിപ്പ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഉറപ്പായി ഈ 2 ഓപ്ഷൻ എന്തായാലും അല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ പിന്നെ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് തോന്നുന്ന ആൻസറിനെ മാർക്ക് ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂ ഇട്ട് വിടണം. ബിക്കോസ് അവസാനം നമ്മൾ അത്യാവശ്യം നല്ലൊരു അറ്റംപ്റ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കീപ്പ് ചെയ്യണോ വേണ്ടായോ, ലൈക്ക് നമ്മൾ വെറുതെ നെഗറ്റീവ് കൊണ്ടുവരേണ്ട, എന്തായാലും ഞാൻ ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് ആയിട്ടുണ്ട് എന്നൊരു ആംഗിളിലേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ എഴുതിയത് കൂടി ഞാൻ ക്ലിയർ ചെയ്ത് വിടാം. നിങ്ങൾ എന്താ പറയുക അറ്റംപ്റ്റ് ചെയ്യാതെ വിടാം, വെറുതെ നെഗറ്റീവ് കൊണ്ടുവരേണ്ട എന്നൊരു ആംഗിൾ. അതല്ല നിങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്, അത്യാവശ്യം നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ്, നിങ്ങൾ എന്തായാലും ക്ലിയർ ആവും എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് റിസ്ക് എടുക്കാൻ റെഡിയാണ് എന്നൊരു പോയിന്റിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ തെറ്റിക്കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് വന്നാലും നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു കട്ട് ഓഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ Tier 2ലേക്കുള്ള സെലക്ഷനെ ബാധിക്കത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ സിമ്പിളായിട്ട് ഈ റൂൾ കീപ്പ് ചെയ്യുക, അറിയാം മാർക്ക് ചെയ്യുക, അറിയത്തില്ല സ്കിപ്പ് ചെയ്യുക. അതല്ല 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓക്കെ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 2 ഓപ്ഷനിൽ ഏറ്റവും സൂറ്റബിൾ ആൻസർ നോക്കി മാർക്ക് ചെയ്യുക. ബിക്കോസ് ശരിയാവാനുള്ള ചാൻസ് 50-50 ചാൻസ് ഉണ്ട് അവിടെ ശരിയാവാൻ വേണ്ടി.
ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് മതി നമുക്കൊരു ക്വസ്റ്റ്യൻ മാറി നമുക്ക് ഈ പറയുന്ന ആ 25 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ജനറൽ അവയർനെസിൻ്റെ ഏരിയ. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഏരിയ ആണ് വരുന്നത്. ഇനി ഇംഗ്ലീഷിൻ്റെ ഏരിയ വരുന്ന സമയത്ത് നമുക്ക് അവിടെ എടുക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ 10 തൊട്ട് 12 മിനിറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ 10 മിനിറ്റ്സ് എന്നുള്ള രീതിയിലായിരിക്കണം പ്രാക്ടീസ് കൊണ്ടുപോകേണ്ടത്. 10 മിനിറ്റ്സിൽ ഇംഗ്ലീഷ് തീർക്കണം എന്നൊരു രീതിയിൽ. അവിടെ നിങ്ങൾക്കറിയാം റഫ് വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്ത് ചെയ്താൽ മാത്രം മതി, ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ മാർക്ക് ചെയ്യുക, പോവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവിടെ പേനയും പേപ്പറും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എഗെയിൻ മൗസിൽ തന്നെ ആയിരിക്കും നിങ്ങൾ പിടിച്ചേക്കുന്നത്. അത് വെച്ച് മാത്രം ചെയ്തു പോയാൽ മതി. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യുന്ന 2 ഏരിയാസ് ആണ് ജനറൽ ഇന്റലിജൻസും അതുപോലെ തന്നെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അതിലും നമ്മൾ പേനയും പേപ്പറും കുറച്ച് ഉപയോഗിക്കുന്ന ഒരു ഏരിയ. ഈ 2 ടോപ്പിക്കിൽ ഉപയോഗിക്കാറുള്ളൂ, പക്ഷേ ഈ 2 ടോപ്പിക്കിലും കുറച്ച് ഉപയോഗിക്കുന്ന ഏരിയയിലാണ് നമ്മുടെ റീസണിങ് ഏരിയയിലാണ് കുറച്ച് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ യൂഷ്വലി പറയുന്ന എടുക്കേണ്ട സമയം എന്ന് പറയുന്ന 15 മിനിറ്റ് ആണ് നമ്മൾ എടുക്കേണ്ട സമയം. 15 മിനിറ്റ് കൂടുതൽ എടുക്കാനേ പാടില്ല. ലൈക്ക് 15 മിനിറ്റ്സ് അതിൻ്റെ അകത്ത് തീർന്നിരിക്കണം. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് യൂഷ്വലി എല്ലാവരും 20 തൊട്ട് 25 മിനിറ്റ് ആണ് മാറ്റി വെക്കുന്നത്. ഇപ്പോൾ ലക്ഷം നമുക്ക് ഒരു 25 മിനിറ്റ് പറഞ്ഞാൽ പോലും, ഓക്കെ, ഒരു ക്വസ്റ്റിന് ഏകദേശം ഒരു മിനിറ്റ് വെച്ചെങ്കിലും വെച്ചാൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ 20 മിനിറ്റ് കീപ്പ് ചെയ്യുക, അപ്പം പിന്നെ ബാക്കി ഒരു 10 മിനിറ്റ്സ് ബാക്കി വരും. പക്ഷേ അല്ലെങ്കിൽ ബെറ്റർ 25 മിനിറ്റ്സ് കീപ്പ് ചെയ്യുക. ആൻഡ് അതിന് ശേഷം ഇനി 5 മിനിറ്റ് കൂടി ഉണ്ട്. ആ 5 മിനിറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന റിവ്യൂ ചെയ്യാൻ വേണ്ടി, എന്ന് പറഞ്ഞാൽ മാർക്ക് ഫോർ റിവ്യൂ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം. ആ ആൻസേഴ്സ് കണ്ടിന്യൂ ചെയ്യണോ അതോ ആൻസേഴ്സ് സ്കിപ്പ് ചെയ്യണോ, അതേപോലത്തെ ഏരിയാസ് മാത്രം നോക്കാൻ വേണ്ടി ബാക്കിയുള്ള സമയം യൂസ് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം, അതല്ല ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിട്ടു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഏകദേശം അറിയാം പക്ഷെ നിങ്ങൾ വിട്ടു വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ അത് മാത്രം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അവസാനത്തെ 5 തൊട്ട് 10 മിനിറ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പക്ഷേ ഈ ഒരു ടൈം ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ടൈം ഫോർമാറ്റ് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ എവിടെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സാമിൽ ചെന്ന് ചെയ്യണം. പക്ഷേ അത് എക്സാമിൽ ചെന്ന് ആദ്യമായിട്ട് ചെയ്യല്ല, എവിടെ ചെയ്യണം, നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എക്സാമിൽ പോയി ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ആ ഒരു 60 മിനിറ്റിൽ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ എൻ്റെ ഒരു 45 മിനിറ്റ് സ്റ്റാർട്ട് ആകുമ്പോൾ, ഓക്കെ, എൻ്റെ 45 മിനിറ്റ് 59 ആ ഒരു സെക്കൻഡ് സ്റ്റാർട്ട് ആകുമ്പോൾ, ആ ഒരു മിനിറ്റ് സെക്കൻഡ് സ്റ്റാർട്ട് ആകുമ്പോൾ ഞാൻ ഏതിലേക്ക് പോകണം, എൻ്റെ ജനറൽ ഇൻ്റലിജൻസ് ഞാൻ 22 എണ്ണേ എഴുതിയുള്ളൂ, ബാക്കി കളഞ്ഞേക്കുക. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്, അത് ബാക്കി കളഞ്ഞേക്കുക. അടുത്ത നിങ്ങൾ ഏതിലേക്ക് വരുമോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജനറൽ അവയർനെസ്സിലോ ഇംഗ്ലീഷിലേക്കോ ഏതാണ് നിങ്ങൾക്ക് ഫേവറേറ്റ് തോന്നുന്നു അതിലേക്ക് വരുമോ. ഇനി അഗെയിൻ നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിലേക്കാണ് വരുന്നെങ്കിൽ ആ ഒരു 35 മിനിറ്റ് ഇനി ബാക്കിയുള്ളപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ 34:59 എന്ന് പറയുന്ന മിനിറ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് 20 എണ്ണേ എഴുതിയുള്ളൂ, അവിടെ വെച്ച് വിടുക. എന്ത് ചെയ്യുക, അടുത്ത നിങ്ങളുടെ ജനറൽ അവയർനെസ്സിലേക്ക് വരിക. അവിടെ 5 മിനിറ്റാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്. സോ 30 മിനിറ്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ 29:59 എന്നുള്ള മിനിറ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ജനറൽ അവയർനെസ്സിൽ ഒരു 21 എണ്ണേ എഴുതിയുള്ളൂ, അവിടെ വിട്ടേക്കുക, ബാക്കിയുള്ള 4 സ്കിപ്പ് ചെയ്യുക. അടുത്ത നേരെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരിക. അവിടെയും ഈ പറഞ്ഞ ടൈം ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ആ വിട്ട ക്വസ്റ്റ്യൻസ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം സമയം ഉണ്ടെങ്കിൽ നിങ്ങളത് റിവ്യൂ ചെയ്യാൻ നോക്കുക. ഇത് മോക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പം പതുക്കെ നിങ്ങൾ ആദ്യത്തെ തവണ ചിലപ്പം ചെയ്യുമ്പോൾ നിങ്ങൾ റീസണിങ്ങിൽ ഈ 15 മിനിറ്റിൽ ചിലപ്പോൾ 12 ക്വസ്റ്റിനെ ചെയ്തിട്ടുണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 13 ക്വസ്റ്റിന് നിങ്ങൾ കണ്ടിട്ട് പോലും കാണത്തില്ല. ഒരു കുഴപ്പമില്ല, അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ അടുത്ത മോക്ക് ചെയ്യുമ്പോൾ ആ 12 ക്വസ്റ്റിനെ അറ്റൻഡ് ചെയ്തോളൂ എന്നുള്ളത് എന്ത് ചെയ്യണം, 13 ആക്കണം, 14 ആക്കണം, 15 ആക്കണം. ഇങ്ങനെ അത് പതുക്കെ ഇൻക്രീസ് ചെയ്ത് വരും. അതിൻ്റെ ഒരു പോയിന്റ് എത്തും. നിങ്ങൾ ഈ പറയുന്ന 15 മിനിറ്റിൽ തന്നെ ആ 25 ക്വസ്റ്റിനും കാണുന്ന ഒരു പോയിന്റ് എത്തും. അതുവരെ നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ടുപോകണം. അത് 10 മോക്ക് ചെയ്താലാണ്, 20 മോക്ക് ചെയ്താലാണ്, 200 മോക്ക് ചെയ്താലാണ്, എത്ര മോക്ക് ആയിക്കോട്ടെ, അത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എപ്പോൾ ടാർഗറ്റ് റീച്ച് ചെയ്യുന്നു, എപ്പോൾ ആ ടൈമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം കാണാൻ പറ്റുന്നു, അതുവരെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, മോക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പലരും പറയുന്നുണ്ട് 50 മോക്ക് ചെയ്തിട്ട് പോകണം, 25 മോക്കെങ്കിലും ചെയ്തിട്ട് പോകണം. അങ്ങനല്ല, നിങ്ങളെപ്പോൾ ആ ടാർഗറ്റ് റീച്ച് ചെയ്യുന്നു അതുവരെ നിങ്ങൾ ആ മോക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടൈം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ സ്കോർ പറയുന്നതിന് മുമ്പേ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഈ ടൈം ഫാക്ടർ. ഈ ടൈം ഫാക്ടർ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റിലേക്ക് എങ്ങനെ റീച്ച് ചെയ്യാം, ഒരു 175+ പോയിന്റ് എന്ന് പറയുന്ന അതിലേക്ക് നമുക്ക് എങ്ങനെ റീച്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം ഈ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത്, നമ്മുടെ ഈ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയാസ് ആണ് നമുക്കുള്ളത്. ഇപ്പം നമുക്ക് ഈ ഒരു ഏരിയാസിൽ നമുക്കിത് സ്കോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയാസിൽ നമുക്ക് എത്ര വെച്ച് സ്കോർ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് റീച്ച് ചെയ്യാം എന്നുള്ളതാണ് നമുക്കിനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 200ൽ 175+ ആയിരിക്കണം നമ്മുടെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് റീച്ച് ചെയ്യേണ്ട സ്കോർ, നമ്മുടെ ഒരു ടാർഗറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു സ്കോർ എന്ന് പറയുന്നത്. ഇത് മൈൻഡ് ഉറപ്പിക്കുക, ഇത് പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക്
ഏറ്റവും ഉറപ്പിച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന 2 ഏരിയാസ് ആണ്. നിങ്ങൾക്കറിയാം, ഒന്ന് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും. സോ അവിടെ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫുൾ ആയിരിക്കണം. ലൈക്ക് 25 എഴുതാൻ പറ്റണം. ആ ലെവലിലായിരിക്കണം നിങ്ങളുടെ പ്രാക്ടീസ്. നിങ്ങൾ ആ ലെവൽ റീച്ച് ആയിട്ടില്ലെങ്കിൽ ലെവൽ റീച്ച് ചെയ്യുമോ. അത് എത്ര എഫേർട്ട് ഇടേണ്ടി വന്നാലും എത്ര സമയം കൊടുക്കേണ്ടി വന്നാലും അത് കൊടുക്കുക, പക്ഷെ ആ പോയിന്റ് റീച്ച് ചെയ്യുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ്, റീച്ച് ചെയ്യുക എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഒട്ടും ഉറപ്പ് പറയാൻ പറ്റാത്ത ചില ഏരിയാസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ്, ഈ ഒരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഏരിയ, GK എന്ന് പറയുന്ന ഏരിയ. അവിടെ ആരും 25 സ്കോർ ചെയ്യാറില്ല. നിങ്ങൾക്കറിയാം, ഒരു UPSC കാൻഡിഡേറ്റിന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ 25 കൊടുത്താലും ആൾ ഏറ്റവും മാക്സിമം സ്കോർ ചെയ്യാൻ പോകുന്നത് 21 ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ 21, 22 അതാണ് ഏറ്റവും മാക്സിമം സ്കോർ ചെയ്യാൻ സാധ്യതയുള്ളത്. ഇവിടെ നമ്മൾ യൂഷ്വലി പറയുന്ന ഒരു കാര്യമാണ് 15 ക്വസ്റ്റ്യൻ ചെയ്താലും അത് വളരെ നല്ല അറ്റംപ്റ്റ് ആണെന്ന് പറയാറുണ്ട്. പക്ഷേ മാത്സിൽ വന്നിട്ട് ഞാൻ 25 20 ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഗുഡ് അറ്റംപ്റ്റ് അല്ല. അവിടെ ഒരു 22, 23 പ്ലസ് ആണ് ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ GK 15 എണ്ണം ചെയ്താലും അത് വളരെ നല്ല അറ്റംപ്റ്റ് ആണ്. നിങ്ങൾക്കറിയാം, 15 എഴുതാൻ പറയുന്നത് തന്നെ പാടാണ്. പക്ഷെ ഒരുപാട് പേര് എന്ത് ചെയ്യാറുണ്ട്, 25 എഴുതാറുണ്ട്. ഒരുപാട് കറക്കി കുത്തിക്കൊണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നെഗറ്റീവ് വരാതിരിക്കുക. നിങ്ങളുടെ സ്കോർ കൂടണമെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളതല്ല. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും റൈറ്റ് ആയിരുന്നാൽ മതി. നിങ്ങളുടെ നെഗറ്റീവ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ കൂടും. ഓക്കെ, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ സ്കോർ കൂടും എന്ന് പറയുന്ന പോലെ തന്നെ നെഗറ്റീവ് കുറച്ചാലും സ്കോർ കൂടും. സോ നെഗറ്റീവ് ഒട്ടും വരാൻ പാടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ആംഗിളിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസും മോക്ക് ടെസ്റ്റും കൊണ്ടുപോകാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എക്സാക്ട് ഫിഗേഴ്സ് നോക്കാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജനറൽ ഇൻ്റലിജൻസിൻ്റെ അകത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എത്ര പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 to 15 ക്വസ്റ്റൻസ് ആണ് കിട്ടുന്നത്. പിന്നെ മോറോവർ നമുക്ക് അവിടെ ചിലപ്പോൾ ഒരു ലക്ക് ഫാക്ടർ കൂടി വരുന്നുണ്ട്. നമ്മൾ പഠിച്ചതിൽ നിന്നാണ് ക്വസ്റ്റൻസ് വന്നത്, അതോ എൻ്റെ ഷിഫ്റ്റിൽ വന്ന ക്വസ്റ്റൻസ് കുറച്ച് പാടായിരുന്നു, കുറച്ച് എന്താ പറയുക ഡയറക്റ്റ് ക്വസ്റ്റൻസ് അല്ലായിരുന്നു, ഇൻഡയറക്റ്റ് ക്വസ്റ്റൻസ് ആയിരുന്നു, കുറെ കൂടി ഡേറ്റ്സും നമ്പേഴ്സ് ഒക്കെയാണ് ചോദിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ബട്ട് ലെറ്റ്സ് സേ നമ്മൾ അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകുകയാണെങ്കിലും നമ്മൾ അവിടെ കീപ്പ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 15 ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ്. 15 പ്ലസ് എന്ന റാങ്കിൽ കീപ്പ് ചെയ്യുക. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ 25 വരെ എഴുതുക എന്നുള്ളതല്ല. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പുള്ള 15 എണ്ണം, അതിൻ്റെ മേളിൽ ഉറപ്പുള്ള ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ, or നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 2 ഓപ്ഷനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിൽ ആ ഒരു ക്വസ്റ്റൻസ് കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അടുത്തൊരു ഏരിയ ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം, 25 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാറുണ്ട്. പക്ഷെ പലപ്പോഴും ചിലവർക്ക് 1 or 2 മിസ്റ്റേക്ക് വരാറുണ്ട്. ചിലവർക്ക് ചിലപ്പം 7, 8, 9 ഒക്കെ മിസ്റ്റേക്ക് വരാറുണ്ട്. സോ ഒന്ന് മിസ്റ്റേക്ക് കുറയ്ക്കാൻ നോക്കുക. നിങ്ങൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്ന ഈ പറയുന്ന ഒരു 22 or 23 ക്വസ്റ്റ്യൻസോ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ലൈക്ക് 22 പ്ലസ് എന്ന് റാങ്കിൽ പറയാം. പക്ഷെ നല്ലപോലെ അറിയാവുന്ന 22. ഓക്കെ, അല്ലാതെ അറിയാത്തതോ അല്ലെങ്കിൽ ഡൗട്ട് ഉള്ള ക്വസ്റ്റൻസ് ആണെങ്കിൽ, ഒരു ഉറപ്പില്ല എന്നുള്ള ക്വസ്റ്റൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് സ്കിപ്പ് ചെയ്യാൻ നോക്കുക. ഒരു കറക്റ്റ് 22 അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവമാണ് നമ്മുടെ ജനറൽ അവയർനെസ്. നമ്മുടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന 15 പ്ലസ് എടുക്കാൻ നോക്കുക. ആൻഡ് നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ്, ഇത് റീസണിങ്. ഇവിടെ വരുമ്പോഴത്തേന് നമുക്ക് അറിയാം നമ്മുടെ ഏറ്റവും മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് നമ്മുടെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡും ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഈ പറയുന്ന ജനറൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കോർ എന്ന് പറയുന്ന ലൈക്ക് നമ്മുടെ ഒരു 24 or 25 ഔട്ട് ഓഫ് 25 ആയിരിക്കണം. അതിൽ നമ്മുടെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ വരുന്ന സമയത്തും നമുക്കറിയാം ആൻസർ കിട്ടിയാലേ നമ്മൾ മാർക്ക് ചെയ്യാറുള്ളൂ. അവിടെ ഒരു ഗസ് വർക്കിന് സ്പേസ് ഇല്ല. അങ്ങനെ ആൻസർ അവിടെ നെഗറ്റീവ് വരേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്കറിയാം, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ആൻസർ ഇവിടെ കിട്ടിയാൽ മാത്രമേ നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ അവിടെയും ഈ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ടാർഗറ്റ് എന്ത് ചെയ്യുക, ഈ ഒരു എന്താ പറയുക, ഒരു 22 or 23 ആ റേഞ്ചിൽ നിങ്ങളുടെ ടാർഗറ്റ് കീപ്പ് ചെയ്യാൻ നോക്കുക. പക്ഷേ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഒന്ന് ടാർഗറ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20, 40, 60, 70 ആൻഡ് ദെൻ 20, 40, 60, 70 നമുക്ക് ബാക്കിയെല്ലാം കൂടി ഒന്ന് റഫായിട്ട് പ്ലസ് ചെയ്താൽ പോലും അറൗണ്ട് ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 80, ഈവൻ മോർ ദാൻ 80 വരുന്നുണ്ട്. ഒരു 85 അടുപ്പിച്ച് നമുക്ക് അവിടെ ഏകദേശം വരുന്നുണ്ട്. 84, 85 അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 84, 85 ആ ഒരു ഇത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ ഈ ഒരു 85 ഒക്കെ അടുപ്പിച്ച് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 85യുടെ ഡബിൾ നിങ്ങൾക്കറിയാം 170. അപ്പോൾ ആ ഒരു 170 പ്ലസ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഡെഫിനറ്റ്ലി ഇതിൻ്റെ മേളിലോട്ട്, അതുകൊണ്ട് പ്ലസ് ഇട്ട് തന്നെ പോകുന്നത്, ഇതിൻ്റെ മേളിലോട്ട് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ മേളിലോട്ട് എഴുതിയേ പറ്റത്തുള്ളൂ. പക്ഷേ ആ ഒരു പോയിന്റ് റീച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, ഈ ഒരു റേഞ്ചിൽ ക്വസ്റ്റ്യൻസ് എഴുതിയേ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പറയുന്ന പോയിന്റ് റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു ടാർഗറ്റ് പ്ലാൻ ചെയ്യുക. ഏത് ടോപ്പിക്കാണ് നിങ്ങളുടെ വീക്ക്, ഏത് ടോപ്പിക്കാണ് നിങ്ങളുടെ സ്ട്രോങ്. വീക്കായിട്ടുള്ള ടോപ്പിക്കിൽ നമ്മൾ ഈ പറയുന്ന ടാർഗറ്റിലേക്ക് റീച്ച് ചെയ്യാനുള്ള ട്രൈ ചെയ്യുക നിങ്ങൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റിലേക്ക് റീച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റ് റീച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സ്കോറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയുള്ള ആ ഒരു 60 days ഓർ നമുക്ക് 70, 75 days ആ ഒരു സമയം നിങ്ങൾ ഈ പറയുന്ന
നമ്പേഴ്സ് അതൊരു ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാം. ബിക്കോസ് എനിക്കറിയാം ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് അത്രയും എന്താ പറയുക ഇതിപ്പോൾ നടക്കുമോ എന്ന് തോന്നുന്ന ഒരു കേസാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരുപാട് പേര് ചെയ്യാറുണ്ട് എന്നും നിങ്ങൾക്കറിയാം. ഒരുപാട് പേര് ഇതിൻ്റെ മേളിൽ സ്കോർ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ സ്കോർ കാണാറുണ്ട് എല്ലാ വർഷവും സീജണിൻ്റെ എക്സാംസ് ഒക്കെ വരുമ്പോൾ. ഇപ്പം കഴിഞ്ഞ സീജണിൻ്റെ എക്സാംസിൻ്റെ സ്കോർസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പ് സ്കോർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ പറയുന്ന ടാർഗറ്റ് റീച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു 80 ക്വസ്റ്റൻസ് എങ്കിലും നല്ലപോലെ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോർമലൈസേഷൻ കൂടിയൊക്കെ കയറുമ്പോൾ ഒരു 10-12 മാർക്കൊക്കെ നോർമലൈസേഷൻ കൂടി കയറുമ്പോൾ നമുക്ക് ആ പറയുന്ന ഒരു സ്കോറിലേക്ക് റീച്ച് ചെയ്യാൻ നമ്മളത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ മാക്സിമം സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. ആ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ലൈക്ക് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഏരിയ അതിൻ്റെ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ ടാർഗറ്റ് ഈ ഓരോ സബ്ജക്റ്റിൽ ഈ ടാർഗറ്റ് റീച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്തേ അത് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയ മാത്രമല്ല നിങ്ങൾ ഈ പറയുന്ന ഓരോ സബ്ജക്റ്റിലെ ടാർഗറ്റ് റീച്ച് ചെയ്യാനും നിങ്ങൾ ഈ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ അകത്ത് ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്സ് ശരിയാക്കി എടുക്കാൻ എന്ത് ചെയ്യുക, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ചെയ്യുക. ഇപ്പോൾ എനിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രശ്നമുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ മാത്രമുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക. വൺസ് അത് ശരിയാവുന്ന വരെ ആ ടോപ്പിക്കിൻ്റെ മാത്രം ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഫൈനലി നിങ്ങളുടെ ഈ ഫുൾ മോക്ക് ടെസ്റ്റ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ 175 അല്ലെങ്കിൽ 170+ ടാർഗറ്റ് റീച്ച് ചെയ്യുന്ന വരെ എത്ര മോക്കാണോ ചെയ്യേണ്ടി വരുന്നത്, അതിപ്പം ലൈക്ക് 200 മോക്ക് ആയിക്കോട്ടെ 300 മോക്ക് ആയിക്കോട്ടെ, അത് നിങ്ങൾ ഈ വരുന്ന ദിവസങ്ങൾ ഒരു ദിവസം എത്ര എണ്ണം വെച്ച് ചെയ്താൽ ഇത്രയും മോക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് എക്സാം ആകുമ്പോഴത്തേക്കും റീച്ച് ചെയ്യണമെന്ന് വിചാരിക്കില്ലേ, എത്ര പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് റീച്ച് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കും ഇനിയുണ്ട് 50 ഡേയ്സ് ഇതിൻ്റെ അകത്ത് ഈ പോയിന്റ് റീച്ച് ചെയ്താൽ മതി, ഇപ്പം തന്നെ ഞാൻ ഇവിടെ നിൽക്കും അത് റീച്ച് ആയിക്കോളും. അങ്ങനല്ല, എത്രയും പെട്ടെന്ന് ലൈക്ക് നമുക്കൊരു 10 ഡേയ്സ് ചെയ്യാൻ പറ്റുമോ 10 ഡേയ്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രയും കൺസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുമ്പിലോട്ട് ആ ഒരു കിട്ടിയ സ്കോറിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്താൽ മതി. നമുക്ക് പിന്നെയും നമ്മുടെ ഏരിയാസ് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന 170 എന്നുള്ള സ്കോറിനെ പിന്നെയും മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് ഇത് പോസിബിൾ ആണ്, ഇത് ഒരുപാട് പേര് ചെയ്യാറുണ്ട്, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഒരു കൺസിസ്റ്റന്റ് പ്രാക്ടീസും കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻസ് ഇനി അങ്ങോട്ടുള്ള ഒരു 60-70 ഡേയ്സ് നിങ്ങൾ ഏറ്റവും നല്ലപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോയിന്റിലേക്ക് നിങ്ങൾക്ക് റീച്ച് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണ്. ഓക്കെ, സോ ഇനിയുള്ള 60 ഡേയ്സ് നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ സൈഡിൽ നിന്ന് എഫേർട്ട് ഇടാൻ പറ്റുമോ, എത്ര കൺസിസ്റ്റൻറ്റ് എത്ര സമയം കൊടുക്കാൻ പറ്റുമോ, എത്ര എഫേർട്ട് ഇടാൻ പറ്റുമോ അത്രയും കൂടുതൽ എഫേർട്ട് ഇടുക. സിമ്പിളാണ്. ഈ ഒരു 60 ഡേയ്സ് നിങ്ങൾ ഇടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു Tier 1 ക്ലിയർ ചെയ്യാൻ പറ്റും. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ Tier 2 അതിന് ഏകദേശം നിങ്ങൾക്കറിയാം ഒരു 2 മാസത്തോളം സമയം നമുക്കവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ആ 2 മാസത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ബാക്കി ഓൾറെഡി പഠിച്ച Tier 1 അഡ്വാൻസ് ആണ് Tier 2 വരുന്നത്. സോ അത് മാക്സിമം അഡ്വാൻസ് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് അതും ശരിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം ഈ ഒരു CGL എക്സാം തീരുന്നില്ല. CGL തൊട്ട് മുമ്പേ നമ്മുടെ സെലക്ഷൻ പോസ്റ്റും വരുന്നുണ്ട്. CGL തൊട്ട് പുറയിൽ CHSലും MTSും CPOയും ഒക്കെ തന്നെ വരുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ എല്ലാത്തിനും സിലബസ് സെയിം. CHSൻ്റെ ആണെങ്കിൽ എക്സാം പാറ്റേൺ സെയിം, നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് ആണെങ്കിൽ എക്സാം പാറ്റേൺ സെയിം, CPO ആണെങ്കിൽ എക്സാം പാറ്റേൺ ജസ്റ്റ് നമ്മുടെ CGLൻ്റെ ഡബിൾ ആണെന്ന് മാത്രം പറയാം. എന്ന് കഴിഞ്ഞാൽ 100 ക്വസ്റ്റിൻ്റെ സ്ഥലത്ത് 200 ക്വസ്റ്റൻ ഉണ്ട്, 200 മാർക്കാണ് വരുന്നത്. എക്സാക്ട്ലി സെയിം ലൈക്ക് 25 വരുന്നതിന് പകരം 50 ആണ് വരുന്നത്. അപ്പോൾ അതേപോലെ പിന്നെ MTS ആണെങ്കിൽ നമുക്ക് അവിടെ കുറച്ചുകൂടി ക്വസ്റ്റിൻ്റെ കൗണ്ട് കുറവുണ്ട്, കുറച്ചുകൂടി ഈസി ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അഡ്വാൻസ് മാത്സ് ഒരുപാട് പഠിക്കേണ്ട, അപ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആവത്തേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഒരു എക്സാം അല്ല, ബാക്ക് ടു ബാക്ക് എക്സാം ഉണ്ട്. സോ ഈ പ്രിപ്പറേഷൻ നിങ്ങളുടെ ഒരു എക്സാമിന് വേണ്ടിയല്ല, ബാക്കി ബാക്കിലോട്ട് വരുന്ന എക്സാംസിന് വേണ്ടി വേണ്ടിയാണ്. സോ ഇനി വരുന്ന 60 ഡേയ്സ് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് കൊടുത്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റട്ടെന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. നമുക്ക് ഈ ഒരു CGLൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അതിൻ്റെ എന്തെങ്കിലും പുതുതായിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. ആൻഡ് മുമ്പോട്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊണ്ടുപോകുന്നതായിരിക്കും. അതും ഫോളോ ചെയ്യുക. ഈ വരുന്ന 60 ഡേയ്സ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് നിങ്ങൾ ഈ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി എങ്ങനെ റീച്ച് ചെയ്യാം, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് വിചാരിക്കുന്നതിന് പകരം എങ്ങനെ റീച്ച് ചെയ്യാം എന്നുള്ളത് മാത്രം ടാർഗറ്റ് ചെയ്യുക. ആൻഡ് ഈ സ്കോർ എല്ലാം നോട്ട് ചെയ്ത് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് നോട്ട് ചെയ്ത് തന്നെ പോവാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും സബ്ജക്ട് വൈസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസും എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്